ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ശ്രീമാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പലരും കരുതും ഈ പറയുന്ന നമുക്കെന്തോ തലയ്ക്ക് ഓളം വെട്ടുന്നുണ്ട്, അതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നല്ല 4 എണ്ണം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ചിലരൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇപ്പം രാജ്യത്തിനകത്തുള്ളവർ മാത്രമല്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. വിദേശങ്ങളിലുള്ളവർ പോലും അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. അവിടുന്ന് നമ്മളാരും അറിയാതെ തല്ലും വാങ്ങിച്ചുകൊണ്ട് പോരുന്നുണ്ട്. മാറ്റി നിർത്തി 2 എണ്ണം കൊടുത്തിട്ട് പുറത്താരോടും പറയണ്ട, പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ക്ഷീണമെന്ന് പറഞ്ഞിട്ട് വിടുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട് കഴിയുമ്പോൾ എന്നെ കൊണ്ട് ഒന്നും നോക്കാൻ വയ്യേ എന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് ഇദ്ദേഹം അങ്ങ് വിദേശത്തേക്കൊരു പോക്കാണ്. അവിടെ പോയിട്ടോ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഛിദ്രശക്തികളുമായി കൂട്ടുചേർന്ന് രാജ്യത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, ഭരണകൂട ഭീകരതയാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ത്യയുടെ രക്ഷകനാണ് പോലും എന്നിട്ട് പാകിസ്ഥാനുമായിട്ട് കൂട്ടുകെട്ടുക, അവിടുത്തെ ഭീകര സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തുക, ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സ്വയം പറഞ്ഞു നടക്കുകയാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി. അതാദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. കേരളത്തിൽ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് നടക്കുന്ന സഖാവ് MA ബേബി. അദ്ദേഹം ഇവിടെ അദ്ദേഹം 2006-2011 ആ കാലയളവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസം തകർന്നു കുത്തടിഞ്ഞ് താറുമാറായത്. അദ്ദേഹം വിശേഷിപ്പിച്ച് നടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞ് ആ വിശേഷണം എടുത്തു വെച്ചുകൊണ്ടാണ്. ഞാൻ കേരളത്തിലെ 2ാം മുണ്ടശ്ശേരിയാണ്, അതിൻ്റെ ചുരുക്കത്തിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ 2ാം മുണ്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതേപോലുള്ള വേറൊന്നാണ് ഈ പറഞ്ഞ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തുള്ളവരെയൊക്കെ വിരട്ടുകയാണ്. ഇങ്ങനെ രാജ്യത്തിന് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു നടക്കുകയും അമേരിക്കയിലും മറ്റുമൊക്കെ ചെന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും സംസാരിച്ചപ്പോഴാണ് അമേരിക്കയിലെ ഒരു പ്രശസ്തയായ ഗായികയുണ്ട്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മേരി മിൽബൻ. അവര് ഗായികയാണ്, നടിയാണ്, മാധ്യമ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ ബുഷ്, ഒബാമ, ട്രംപ്, ബൈഡൻ എന്നിവരുടെയൊക്കെ പ്രസിഡന്റിന്റെ ആ വേദികളിലെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ഗായിക കൂടിയാണ്. അവരുടെ ശ്രദ്ധയിൽ ഈ നമ്മുടെ പപ്പുമോന്റെ ഈ പരാമർശം കേൾക്കുകയുണ്ടായി. അവരത് ശ്രദ്ധിച്ചു. കാരണം മേരി മിൽബൻ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ നരേന്ദ്രമോദിയെയും ഇന്ത്യ മഹാരാജ്യത്തെയും വിമർശിക്കുന്നത് കേട്ട് മേരി മിൽബൻ ഇതിനകത്ത് ഇടപെട്ടു. മേരി മിൽബൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, രാജ്യം ഭരിക്കുന്ന ആളിനെതിരെയല്ല നിങ്ങൾ പറയുന്നത്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണ്. ആ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ ഒരു കാര്യഗ്രഹണ യോഗ്യതയുമുള്ള ആളല്ല നിങ്ങൾ. അങ്ങനെ ഒരു കാര്യഗ്രഹണ ശേഷി നിങ്ങൾക്കില്ല പ്രധാനമന്ത്രിയാകാനുള്ള. പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുറെ കാലത്തിന് മുമ്പ് നമ്മുടെ ഡോക്ടർ ശശി തരൂര് പറഞ്ഞ ഒരു കാര്യം? ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഖത്ത് നോക്കി പറഞ്ഞതാണ്. രാഷ്ട്രീയവും ചരിത്രവും പഠിക്കണമെന്ന് പറഞ്ഞു.
ശരിയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിനകത്ത് നിൽക്കുന്നതാണെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിച്ചതിന്റെ പ്രധാന ഉത്തരവാദിത്വം ആരാണ്? ഈ നെഹ്റു കുടുംബമാണ്. ഈ സോണിയാഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒടുവിൽ വന്നിട്ട് വധേര ഗാന്ധിയും കൂടിയാണ്. ആ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടാദ്യം. ആ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടില്ല. അതുകൊണ്ടല്ലാണല്ലോ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കടൽക്കിഴവനെ എടുത്ത് സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് വെച്ചിരിക്കുന്നത്, കുശിനിക്കാരനായിട്ട് വെച്ചിരിക്കുകയാണ്. ആ കുശിനിക്കാരനാണ് വന്നിരുന്ന് പാർട്ടിയുടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പപ്പുമോനും പ്രിയങ്കയെ എഴുതി കൊടുക്കുന്ന നോട്ട് വായിച്ചിട്ട് പോകും. ഇവര് ശശി തരൂരിനെ എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എടുത്തില്ല? എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നെഹ്റു കുടുംബത്തിലെ അടുക്കളയ്ക്കകത്തുനിന്ന് പുറത്തു വരും. ഇതിനേക്കാൾ 10 സീറ്റ് കൂടുതൽ കിട്ടിയ അന്തസ്സോടെ പാർലമെന്റിൽ ഇതിരിക്കും. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പോലും പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ഇല്ല. വിദേശങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ ലോകം മുഴുവൻ വിശദീകരിക്കാനായിട്ട് പല സംഘങ്ങളായി തിരിച്ചുവിട്ടതിലെ ഒരു നേതൃത്വം നൽകിയ ആളായിരുന്നു ശശി തരൂർ. ആ ശശി തരൂരിന് എതിരെ എന്തെല്ലാം വിമർശനമാണ് നടത്തിയത്? പഹൽഗാം ഭീകരാക്രമണത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അവരെ സംരക്ഷിക്കുന്നവരാണ് ആ ഭീകരാക്രമണം നടത്തിയവരെ. പാകിസ്ഥാന് കൂട്ടുനിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് മേരി മിൽബൻ പറയുന്നത്, എന്ന ഗായിക പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളല്ല, നിങ്ങൾ ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ടുള്ള യാത്ര തുടർന്നുകൊള്ളുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നരേന്ദ്രമോദി ആരാണെന്നറിയില്ല, നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. ശരിക്ക് കൊടുത്തു. ചെകിട്ടത്ത് അടി കിട്ടുന്നത് പോലെ ആയിപ്പോയി. നാണം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ഒരു അമേരിക്കൻ ഗായിക പറഞ്ഞിരിക്കുകയാണ് ഈ പപ്പുമോനോട്, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല, നിങ്ങൾക്ക് കാര്യഗ്രഹണ ശേഷിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. 2019 കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയില്ലേ? പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ. 2019 ഈ ഇന്ത്യയിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്ന് മറിക്കും. അന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുമോനായിരിക്കും പ്രധാനമന്ത്രി എന്നൊക്കെയല്ലേ പറഞ്ഞത്? വയനാട്ടിലെ പാവം പിടിച്ച ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? പഴയതുപോലെ കോൺഗ്രസ് അവിടെ കിടന്നു. ഇദ്ദേഹത്തിന് ഒന്നും ഇനി എനിക്ക് വയ്യ പാർട്ടി കാര്യങ്ങളൊന്നും നോക്കാനെന്ന് പറഞ്ഞല്ലേ ഇട്ടെറിഞ്ഞിട്ട് പോയത്. ഇനി ചരിത്രം എന്തെങ്കിലും അറിയാമോ? തരൂര് പറഞ്ഞതുപോലെ രാഷ്ട്രീയം അറിയില്ല. എന്ത് ചരിത്രം അറിയാൻ? ഇവരുടെ വിചാരം ഇന്ത്യയുടെ ചരിത്രമെന്ന് പറയുന്നത് അത് നെഹ്റു കുടുംബത്തിന്റെ ചരിത്രമായിരിക്കും ഇന്ത്യയുടെ ചരിത്രമെന്ന് കരുതി വെച്ചിരിക്കുന്ന ഈ പപ്പുമോന് രാഷ്ട്രീയമെന്ത് ചരിത്രമെന്ത് എന്നുള്ളത് അറിവില്ല എന്നുള്ളതാണ്. അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ മേരി ബിൽബൻ എന്ന് പറയുന്ന ഗായികയ്ക്ക് മനസ്സിലായി ഒരു കാര്യങ്ങളിലും അറിവുള്ള ആളല്ല. നരേന്ദ്രമോദി എത്രയോ ഔന്നത്യത്തിൽ നിൽക്കുന്നു, അതിന്റെ 7 അയലത്ത് പോലും എത്തില്ലല്ലോ രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് മേരി മിൽബൻ 1-ാം തരം പൊട്ടിക്കുകയും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പൊയ്ക്കോളാൻ, ഞങ്ങളുടെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെടരുത് എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്.